മമ്മൂട്ടി അഭിനയിച്ച് വിസ്മയിപ്പിക്കുന്ന നടനാണ്. ഇപ്പം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമകളിലും ഓരോ കഥാപാത്രങ്ങളിലും. 2026 ജനുവരി 26 നമ്മുടെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇതിനകത്ത് എല്ലാവരും ഉറ്റുനോക്കുന്നത് 26-27 കൊല്ലമായി മമ്മൂട്ടിക്ക് പത്മശ്രീ കിട്ടിയിട്ട് അതിനുശേഷം ഒരു പത്മ പുരസ്കാരവും മമ്മൂട്ടിയെ തേടി എത്തിയിട്ടില്ലെന്നുള്ളത് വിഷമകരമായ ഒരു വസ്തുതയാണ്. ഈ വട്ടം റൂമേഴ്സ് പറയുന്നത് കാരണം നമുക്ക് ഒരു വ്യക്തതയില്ല. റൂമേഴ്സ് പറയുന്ന മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം കിട്ടും. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് പത്മശ്രീ കഴിഞ്ഞിട്ട് പത്മഭൂഷണാണ് അടുത്ത പടി, പത്മവിഭൂഷണാണ് അടുത്ത പടി. നമുക്ക് നേരെ പത്മവിഭൂഷൺ കൊടുത്താലും മമ്മൂട്ടിക്ക് ആരും തെറ്റു പറയത്തില്ല. കാരണം അതിന് ഏറ്റവും അർഹതപ്പെട്ട ഇന്ത്യൻ സിനിമയിലെ ഒരാൾ തന്നെയാണ് മമ്മൂട്ടി. മോഹൻലാലിന് പത്മഭൂഷൺ കിട്ടി, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടി. ഇതെല്ലാം നല്ലതാണ്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കുന്ന പേരാണ് എപ്പോഴും മമ്മൂട്ടി. ഇപ്പം പ്രത്യേകിച്ചും ഈ ഒരു ഇന്ത്യൻ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പം പ്രത്യേകിച്ചും പാൻ ഇന്ത്യൻ ചർച്ചകളിൽ മമ്മൂട്ടി ഇല്ലാത്തൊരു ചർച്ചയില്ല. അങ്ങനൊരു നടനെ എത്ര നാൾ ഒഴിവാക്കും? ഈ വട്ടം 2026 പുരസ്കാരം പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ എന്തായാലും മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം കിട്ടട്ടെ. കാരണം ഏറ്റവും അർഹതപ്പെട്ടതിൽ ഒരാൾ ആണ് മമ്മൂട്ടി എന്നത് 100% വിശ്വസിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 26 വരെ നമുക്ക് നോക്കാം.